യേശു വലിയവനാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതാകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. വാ കൊണ്ട് ഇത്രയും കാലം മുൻപിലുള്ള വിഷയങ്ങളെയാണ് പർവ്വതീകരിച്ചതെങ്കിൽ ഇന്ന് ആ റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചേര്. ദൈവം വലിയവനാണെന്ന്, എൻ്റെ യേശു അസാധാരണ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് തിരിച്ചൊന്ന് പറയാൻ റെഡി ആയിക്കോ. വഴിയെ യാത്ര ചെയ്യുമ്പോൾ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ എന്നാ സംവിധാനമാണ്, എന്നാ ഭയങ്കര വീടല്ലേ. ഒരു 3500 സ്ക്വയർ ഫീറ്റിന് മേൽ വലിപ്പമുള്ള 14 മുറികളുള്ള ഒരു വീട്ടിൽ പണ്ട് കർത്താവ് ചെല്ലാൻ റെഡിയായി. അന്നേരം ആ വീട്ടിലെ താമസക്കാരൻ യേശുവിനോട് പറഞ്ഞു, അയ്യോ കർത്താവേ, എൻ്റെ വീട്ടിലോട്ട് അങ്ങിപ്പോൾ വരല്ലേ, അവിടുന്ന് വന്ന് എൻ്റെ ഭവനത്തിൽ കാലുകുത്താനുള്ള യോഗ്യത എനിക്കില്ല. ഈ വാക്ക് യേശുവിനോട് പറഞ്ഞത് ബാല്യക്കാരൻ്റെ സൗഖ്യത്തിന് വേണ്ടി കർത്താവിനരികിലെത്തിയ ശതാധിപനായിരുന്നു. യേശു ഒറ്റ വാക്കിനാൽ അവിടെ നിന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിച്ചു. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നത്തെ ഈ ദൈവപ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാഴികയിൽ തന്നെ നിന്റെ ജീവിതത്തിൻ്റെ അപരിഹാരമായ വിഷയങ്ങൾക്ക്, പരിഹാരം ഇന്ന് വരെ കിട്ടാത്ത വിഷയങ്ങൾക്ക് ദൈവശക്തി അതിന്മേൽ ആഞ്ഞടിക്കും. ഒരു ഭയങ്കരമായ വിടുതൽ ഇന്ന് നിങ്ങളുടെ മേൽ നടക്കും. ആ വലിയ ഡെലിവറൻസ് പ്രാപിക്കാൻ റെഡി ആയിക്കോ. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് അസാധാരണവും ആളപറ്റതുമായ ഒരു വിശ്വാസത്തിൻ്റെ ഭീമാകാരമായ ഒരു കൃപയെ പ്രാപിച്ചുകൊണ്ടാണ്. കാരണം എൻ്റെ ദൈവത്തിന് ഇത്രമേ പറ്റൂ, യേശുവിനെ കൊണ്ട് ഇതേ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ധാരണകൾക്ക് ഇപ്പുറത്തേക്ക് മാറി എൻ്റെ ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാണെന്നും ആ യേശുവിൽ വിശ്വസിക്കുന്നവൻ എന്തും ജീവിതത്തിൽ പ്രാപിപ്പാൻ കഴിയുമെന്നുള്ള അസാധാരണവും ശക്തമേറിയതുമായ ഒരു വലിയ ഫെയ്ത്തിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് ഇത് ഞാൻ നിങ്ങൾക്കിന്ന് പകർന്നു തരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഈ ദൈവിക ആലോചന കേട്ടുപോയാൽ നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ ഭീമാകാരനായ വ്യക്തിയായി മാറും. അതുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ മേൽ നടക്കുമെന്നത് ഞാൻ ആദ്യം തന്നെ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ശക്തമേറിയ ദൈവാലോചന കേൾക്കാൻ റെഡി ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ദൈവാലോചന നിങ്ങളോട് പറയുമ്പോൾ ഒരിച്ചിരി ചരിത്ര പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് അതിലോട്ട് കയറിയാലേ ആ കേൾക്കുന്നതിൻ്റെ ആ നല്ല സുഖം കിട്ടത്തുള്ളൂ. എന്താണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന സംഭവം എന്നത് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഒരിച്ചിരി കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ടേ ഈ ദൂതിലോട്ടൊന്ന് നിങ്ങളെ ഒന്ന് പിടിച്ചു കയറ്റത്തുള്ളൂ. അതുവരെ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് കേട്ടു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ തൊടാൻ പോവാണ്. വിശുദ്ധ ദൈവവചനത്തിൽ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ് ശതാധിപൻ്റെ ബാല്യക്കാരനെ യേശു തൻ്റെ ഒരു വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആ റെഫറൻസ് ഒരിക്കൽ കൂടെ പറയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ളതായ വേദഭാഗങ്ങൾ. ഈ ഒരു സന്ദർഭത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച് നിങ്ങൾക്ക് നൽകുവാൻ ഏൽപ്പിച്ച അതിവിശിഷ്ടമായൊരു ദൈവ ആലോചനയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ലോകമെങ്ങും ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്ദനം ചെയ്യുകയാണ്. യേശു കപർന്നഹൂമിൽ എത്തുമ്പോഴാണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത്. ഒരു ശതാധിപൻ, ഒരു റോമൻ സെഞ്ചൂറിയൻ, നമുക്കറിയാം ഏകം എന്ന് പറഞ്ഞാൽ 1 എന്നാണ്, ദശം എന്ന് പറഞ്ഞാൽ 10 എന്നാണ്, ദശാവതാരം അറിയാലോ 10 എന്നാണ്, ശതം എന്ന് പറഞ്ഞാൽ 100 ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100ൻ്റെ അധിപൻ എന്നർത്ഥം. സെഞ്ചൂറിയൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും. 100ൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ കർത്താവ് ജീവിച്ചിരുന്ന നാടും പരിസരങ്ങളുമെല്ലാം റോമാക്കാരുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരുന്നു. ഒരു റോമൻ കോളനിയിലാണ് യേശു ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ പരിസരങ്ങളിലെല്ലാം പട്ടാളത്തിൻ്റെ ശക്തമായ സ്വാധീനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. യേശുവിൻ്റെ വധശിക്ഷ നടന്നതായ യെറുശലേം തന്നെ പീലാത്തോസ് എന്ന റോമൻ ഗവർണറുടെ പ്രൊവിഡൻസ് ആയിരുന്നു. അയാൾക്കായിരുന്നു യേശുവിനെ ക്രൂശീകരിക്കുവാനുള്ള അധികാരം കൊടുക്കുവാനുള്ള ഒരു പദവി ലഭിച്ചിരുന്നതായിട്ട് നമ്മൾ വചനങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ഈ റോമ പശ്ചാത്തലത്തിൽ
പട്ടാളക്കാരുടെ അതിപ്രസരം ആ നാടിലൊക്കെയും നിലനിൽക്കുന്നതിനാൽ ചുമ്മാ അങ്ങ് പട്ടാളക്കാർ തങ്ങൾക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ നയിക്കുകയല്ല. പുരാതന കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ശക്തമായ നിലയിൽ മിലിറ്ററിയെ രൂപവൽക്കരിക്കുമ്പോൾ ഏറ്റവും മാതൃകാപരമായ പല നടപടികളും പല രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് റോമാക്കാരുടെ പട്ടാള നടപടികളെ അധിഷ്ഠിതമാക്കിയാണ്. അതുകൊണ്ട് തന്നെ റോമാക്കാർക്ക് തങ്ങളുടെ പട്ടാളക്കാരെ നിയന്ത്രിക്കുമ്പോൾ 100 പേർക്ക് ഒരു മേലധികാരി എന്ന നിലയിൽ അവരൊരു നിയന്ത്രിതാവിനെ നിയോഗിച്ചിരുന്നു. ഈ യേശുവിൻ്റെ അരികിൽ ബാല്യക്കാരന് രോഗമാണ് എന്ന് പറഞ്ഞെത്തുന്ന മനുഷ്യൻ 100 പട്ടാളക്കാർക്കും മീതെ അധികാരം കൈയാളിയിരുന്ന ഒരു അതുല്യ വ്യക്തിയായിരുന്നു. ചുമ്മാ അതൊന്നും ആരെയും പിടിച്ച് ആ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്താറില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും വ്യവസ്ഥയും അനുസരിച്ച് ഒരു വ്യക്തിക്ക് പോലീസ് മേലധികാരിയാകണമെങ്കിൽ IPS എന്ന് പറയുന്നതായ വലിയൊരു പദവിയിൽ അദ്ദേഹം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഒരു IPS നേടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നടക്കുന്നൊരു കാര്യമല്ല. കൃത്യമായി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകളൊക്കെയും എഴുതി പാസ്സായി കൃത്യമായി പരിശീലനം പൂർത്തീകരിക്കപ്പെട്ട് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ പദവിയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. നമ്മുടെയൊക്കെ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ ആരാകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു IPSകാരനാകണം, എനിക്കൊരു IASകാരനാകണമെന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. അപ്പോൾ തത്തുല്യമായ നിലയിൽ അധികാരത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം യോഗ്യതയുള്ള വ്യക്തികളെ ആയിരുന്നു ആ കാലഘട്ടത്തിലും റോമാക്കാർ ശതാധിപന്മാരുടെ സ്ഥാനങ്ങളിലേക്ക് കണ്ടെത്തിയിരുന്നത്. കേവലം അവർക്ക് ബുദ്ധി വൈഭവത്തിനോടുകൂടെ പല വിധത്തിലുള്ളതായ കഴിവുകൾ കൂടെ ചേർത്തിണങ്ങി വന്നാൽ മാത്രമേ അവരെ ആ സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ അവർ മിടുക്കന്മാരായ ആയോധന കലാ പ്രാവീണ്യമുള്ളവരായിരിക്കണം. ആ കാലഘട്ടത്തിലൊക്കെയും യുദ്ധങ്ങളും പടയോട്ടങ്ങളും കൊണ്ടാണ് സാമ്രാജ്യം വിപുലീകരിച്ചിരുന്നത്. വിപുലീകരിക്കപ്പെടുന്ന സാമ്രാജ്യം നിലനിർത്തുവാനും രക്തരൂക്ഷിതമായിരിക്കുന്ന ലഹളകളെയും യുദ്ധങ്ങളെയും നടത്തുക അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ 100 പട്ടാളക്കാരെ നയിക്കുവാൻ നിയോഗിക്കപ്പെടുന്നയാൾ ഒരു പട്ടാള അട്ടിമറിയെ തന്നെ തൻ്റെ അധികാരത്തിനാലും കഴിവിനാലും നിയന്ത്രിപ്പാൻ പ്രാപ്തനാകേണ്ടത് കൊണ്ട് അയാൾ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാരെക്കാളൊക്കെയും അല്പം കൂടെ സമർത്ഥനായിരുന്നെങ്കിൽ മാത്രമേ ഈ 100 പേരെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആജ്ഞാശക്തിയും ബുദ്ധിവൈഭവവും പ്രത്യേകിച്ച് കൂർമ്മ ബുദ്ധിയും ജാഗരൂകതയും ശതാധിപന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമായിരുന്നു. ഞാൻ വായിച്ച എൻ്റെ വായനയുടെ ഒരു നിലവാരം അനുസരിച്ച് പറയട്ടെ. അവർക്ക് ഇന്നത്തെ നമ്മുടെ കായിക ഇനങ്ങളിൽ ഒന്നാണ് ജാവലിൻ ത്രോ എന്ന് പറയുന്നത്. ഒരു കുന്തം എറിയുക എന്നാണ് നമ്മളതിന് പറയുന്നത്. അത്തരത്തിൽ ദൂരെ നിന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇത്തരം ആയുധങ്ങൾ എറിയുവാൻ, അമ്പെയ്ത്ത് നടത്തുവാൻ, വാൾപ്പയറ്റ് നടത്തുവാൻ, വെറുംകൈ അഭ്യാസങ്ങൾ നടത്തുവാൻ, കുതിരസവാരികൾ ചെയ്യുവാൻ, ആനപ്പടകളെ നിയന്ത്രിക്കാൻ, ഇങ്ങനെയുള്ള പല വിധങ്ങളിലുള്ളതായ യുദ്ധ പ്രാവീണ്യ ചാരുതകൾ ഒത്തിണങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ പറയപ്പെടുന്ന നിലയിൽ ശതാധിപനാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത് മാത്രവും പോരാ കേട്ടോ. രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഒരു ഉത്തരവ് ലഭിച്ചാൽ ആ ഉത്തരവ് വായിച്ച് മനസ്സിലാക്കാനും അത് പ്രാദേശിക ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനും ഇയാൾക്ക് കഴിയണമായിരുന്നു. മാത്രവുമല്ല, തദ്ദേശീയമായ ഏതെങ്കിലും ഒരു കാര്യം മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ 1-2 ഭാഷകളിൽ മിനിമം പ്രാവീണ്യമുള്ള വ്യക്തിയുമായിരിക്കണമായിരുന്നു ഈ പ്രസ്തുത ശതാധിപന്മാർ. ഇങ്ങനെയൊക്കെ ഉള്ളതായ ആദരവും വിദ്യാഭ്യാസവും ശാരീരിക പാഠവും എല്ലാം ഒത്തിണങ്ങി വരുന്ന വ്യക്തികളെ അവർ അതിന് നിയോഗിക്കും. ഉയർന്ന ശരീരവും ആരോഗ്യ സമ്പന്നമായ പേശീബലവും അവർക്കുണ്ടായിരിക്കണമായിരുന്നു. അതോടുകൂടെ ദൃഢമായ ശബ്ദം പരിശോധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മറ്റുള്ളവർ ഒന്ന് വഴങ്ങത്തക്ക നിലയിൽ ഒരു ധിഷണശാലികളായിരുന്ന വ്യക്തികളെയാണ് ശതാധിപന്മാരായി ആ കാലഘട്ടങ്ങളിൽ പരിഗണിച്ചിരുന്നത്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ എപ്പോഴും ഉരസി അത് നല്ല തിളക്കമാർന്ന നിലയിൽ അതിന് മൂർച്ച വരുത്തിക്കൊണ്ടേയിരിക്കുക, ഇതൊക്കെയും അവരെ സംബന്ധിച്ച് പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ തന്നെ തങ്ങളുടെ കീഴിലുള്ള പട്ടാളക്കാരെ കൃത്യമായി നിയന്ത്രിക്കുന്നുവെന്നതിനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ ഇവർക്കുണ്ടായിരുന്ന പദവി വളരെ വലുതായിരുന്നു. റോമൻ സെനറ്റേറിയന്മാരുമായും ഗവർണർമാരുമായും സാമന്ത രാജാക്കന്മാരുമായിട്ടുമൊക്കെ ഉന്നത ബന്ധം അവർ പുലർത്തിയിരുന്നു.
ഈ പട്ടാള കുടുംബങ്ങളുമായിട്ടും വ്യക്തികളുമായിട്ടും ബന്ധമുള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ സമൂഹത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്ന പലരും അവരുടെ സ്നേഹിതരും പരിചയക്കാരുമായി മാറുന്നത് ഒരു അഭിമാനമായി തന്നെ ആ കാലഘട്ടങ്ങളിൽ കണ്ടിരുന്നു. ഞാൻ എന്തിനാണ് ഇത്രയും ചരിത്രം പറഞ്ഞ് മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ വായിക്കപ്പെട്ടതും സംസാരിക്കാൻ പോകുന്നതുമായ ദൈവാലോചനയ്ക്ക് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു 12 വർഷത്തെ സാധാരണ പട്ടാള സേവന പാരമ്പര്യം അവകാശപ്പെടാനുണ്ടെങ്കിൽ മാത്രമേ 30 വയസ്സ് തികയുമ്പോൾ ശതാധിപ സ്ഥാനത്തേക്ക് അയാളെ പരിഗണിച്ചിരുന്നുള്ളൂ. അപ്പോൾ വെറുതെ പെട്ടെന്ന് ഓടി വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു പദവിയല്ല അത്. അയാൾ അതിനോടകം പല വിധത്തിലുള്ളതായ പടയോട്ടങ്ങളിൽ യുദ്ധങ്ങളിലൊക്കെയും ഏർപ്പെട്ടെങ്കിൽ മാത്രമേ, ജീവൻ പണയം വെച്ച് മാത്രം താൻ നേടിയെടുക്കുന്ന ശ്രേഷ്ഠമേറിയൊരു പദവിയാണ്. ഈ ഒരു പദവിയിൽ എത്തിച്ചേർന്നാൽ സമൂഹത്തിലെ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ സമൂഹത്തിലെ പുരോഹിത വർഗവുമായി ഭയങ്കരമായൊരു ബന്ധം അവർക്കുണ്ട്. കച്ചവടക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ കൊല്ലന്മാര്, തോൽ തൊഴിലാളികൾ, മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നവർ, വൈദ്യന്മാർ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആൾക്കാർ ഇവർ പാർക്കുന്ന ഭവനത്തിൽ തന്നെ സഹവസിക്കുക പതിവായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു ശതാധിപന്റെ വീടിന് മിനിമം ഒരു 14 മുറികൾ ഉണ്ടായിരുന്നു എന്നാണ് വായന. 10-14 മുറികളുള്ള ഏതാണ്ട് 3500 സ്ക്വയർ ഫീറ്റിന് മേൽ വലിപ്പമുള്ള ഒരു ഭയങ്കരൻ വീടായിരുന്നു ആ കാലഘട്ടത്തിലെ സെഞ്ചൂറിയന്മാർക്ക് റോമൻ ഭരണകൂടം നിർമ്മിച്ചു നൽകിയിരുന്നത്. ആ വീടുകളിൽ ധാരാളം തൊഴിലാളികൾ, ഇവരുടെ ബാല്യക്കാരുണ്ട്, പാചകക്കാരുണ്ട്, അപ്പോൾ തന്നെ ആയുധങ്ങൾ ഇന്നും പണിയേണ്ടത് ആവശ്യമായതുകൊണ്ട് കൊല്ലന്മാരുണ്ട്. കൂടാതെ മിനിമം 1-2 അപ്പോത്തിക്കരിമാരെ, അപ്പോത്തിക്കരി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ കുടുംബ വൈദ്യന്മാരാണ്, ഫാമിലി ഡോക്ടേഴ്സ്. ഈ ഡോക്ടർമാരെ തങ്ങളുടെ കൂടെ താമസിപ്പിക്കും. കാരണം ആശുപത്രികൾ ഒന്നും ഇന്നത്തെ കാലത്തെ പോലെ അത്ര സുലഭമല്ലാത്തത് കൊണ്ട്, യുദ്ധങ്ങളിലൊക്കെ മുറിവേൽക്കുക സ്വാഭാവികമായതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി പലപ്പോഴും ദൂരെയെങ്ങും പോകാൻ കഴിയാത്തതിനാൽ ഭവനങ്ങളിൽ തന്നെ ഒരു മിനി ഹോസ്പിറ്റൽ അവർ നടത്തിയിരുന്നു. ഈ അപ്പോത്തിക്കരിമാർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ പടയാളികളായ മറ്റുള്ളവർക്ക് വേണ്ടി ചികിത്സകളൊക്കെയും ഒരു ശതാധിപന്റെ വീടുമായി ചേർന്ന് നടത്തുക പതിവായിരുന്നു. അപ്പോൾ കുടുംബ വൈദ്യന്മാരടക്കമുള്ള ധാരാളം തൊഴിലാളികൾ, അടിമകളുള്ള ധാരാളം മനുഷ്യർ വസിക്കുന്ന ഒരു വലിയ വീടാണ് ഒരു ശതാധിപനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭവനം. എല്ലാ വീടിനും ഇങ്ങനെ 14 മുറികളിൽ അധികം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കെട്ടിയ ശേഷം നടുവിലൊരു നടുമുറ്റം പോലെയുള്ളതായ ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. ചൂട് നിയന്ത്രിക്കുവാനുള്ള കുളങ്ങളും മറ്റും അവിടെ അവർ പണിതിരുന്നു. ഇങ്ങനെ തങ്ങളുടെ ശയനഗ്രഹങ്ങൾ ഭയങ്കരമായ ആർഭാട മഹിമയോടുകൂടെ പണിതുയർത്തി സമൂഹത്തിലെ ഉന്നതന്മാരൊക്കെയും അവിടെ ആതിഥേയത്വം സ്വീകരിച്ചെത്തുകയും അതിഥികളായി വിരുന്നിനെത്തുകയും കുശലം പറയാനെത്തുകയും ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന് നടുവിൽ ഒരു കൊട്ടാരം പോലെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു വലിയ വീടിന്റെ ഉടമസ്ഥനായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു റോമൻ ശതാധിപൻ. ഇങ്ങനെ വലിയ ഭവനത്തിൽ പാർക്കുന്ന 100 പടയാളികൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന, അതുകൂടാതെ വേറെയും അടിമകളെ തന്നോടുകൂടെ നിർത്തിയിരിക്കുന്ന, എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളുമുള്ള ഈ മനുഷ്യൻ ഒരു ദിവസം തൻ്റെ ഭവനത്തിലെ ഒരു ബാല്യക്കാരന് രോഗം വന്നപ്പോൾ തൻ്റെ വീട്ടിലുള്ള അപ്പോത്തിരിക്കാരിമാരെ കൊണ്ട് ഈ രോഗം ഭേദപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ നേരെ യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള ഈ മനുഷ്യൻ, എല്ലാ നിലയിലും അംഗീകരിക്കപ്പെടുന്ന ഇയാൾ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ യേശു അയാളോട് വാക്ക് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ബാല്യക്കാരനെ സുഖമാക്കും. ഉടനെ അയാൾ യേശുവിനോട് പറയുകയാണ്. ആ വാക്കാണ് നമ്മൾക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവചനമായി കാണാൻ കഴിയുന്നത്. അപ്പോൾ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങന്റെ വീടിന്റെ അകത്ത് വരുവാനുള്ള യോഗ്യത എനിക്കില്ല. ആ സമൂഹത്തിൽ ഉന്നതന്മാരായ സെനറ്റേറിയന്മാർ ആ ഭവനത്തിൽ വരാറുണ്ട്. ആ നാട്ടിലെ പ്രധാന പുരോഹിതന്മാർ ആ വീട്ടിൽ വരാറുണ്ട്. ആ നാട്ടിലെ ഏറ്റവും ഉന്നതന്മാരായ ന്യായാധിപന്മാർ ആ ഭവനത്തിൽ എത്താറുണ്ട്. 100 കണക്കിന് പടയാളികൾ അവിടെ എത്താറുണ്ട്. സൈന്യം തന്നെ തങ്ങളുടെ ഒരു ചെറു കേന്ദ്രമായി കണ്ടിരിക്കുന്ന ഒരു ഭവനം. ഇത്തരത്തിലൊരു സൊസൈറ്റിയുടെ നടുവിൽ ആഠ്യതകൾ ഏറെ പറയാനുള്ള, മേന്മകൾ ഏറെ പറയാനുള്ള ഈ വീടിനെ കുറിച്ച് ശതാധിപൻ പറയുന്നു,
സൊസൈറ്റിയിൽ അധികാരവും ധനവും മാഹാത്മ്യതയും ഒക്കെയുള്ള അനേകർക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റുമായിരിക്കാം. അവരൊക്കെയും എൻ്റെ വീട്ടിൽ അതിഥികളായി വരുന്നുമുണ്ടാകാം. പക്ഷേ യേശുവേ, എൻ്റെ ആ വീടിനകത്ത് അങ്ങയുടെ തൃപ്പാദം ഒന്ന് ചവിട്ടുവാനുള്ള യോഗ്യത എനിക്കില്ല. 14,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയ വീടിനെ നോക്കി അയാൾ പറയുകയാണ്, അതിൻ്റെ അകത്ത് വന്ന് അങ്ങേക്കയുടെ തൃപ്പാദം ഒന്ന് വെക്കുവാൻ തക്കവണ്ണം ആ ഭവനത്തിനോ എനിക്കോ യോഗ്യത ഇല്ല. ഈ ഒരു വാക്ക് യേശുവിനോട് അയാൾ പറയുമ്പോൾ എന്താണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്? ഇത്രമേൽ ഉന്നതനായൊരു മനുഷ്യൻ, സമൂഹത്തിലൂടെ അയാൾ കടന്നുപോയാൽ മറ്റുള്ളവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കത്തക്ക നിലയിൽ ആദരവുള്ളൊരു വ്യക്തി യേശുവിനെ മുമ്പിൽ വന്ന് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്. നേരെ മുഖത്ത് നോക്കി കുശലം പറയുന്നത് പോലെയല്ല, കർത്താവിന്റെ മുമ്പിൽ വിധേയപ്പെട്ടാണ് അയാൾ ആ വാക്ക് പറയുന്നത്. അടിയന്റെ ഭവനത്തിൽ അങ്ങേക്ക് വന്ന് കാൽ ചവിട്ടുവാൻ തക്കവണ്ണമുള്ള യോഗ്യത എനിക്കില്ല. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കർത്താവെ, ഞാനും അധികാരം കൈയാളുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കീഴിലുള്ളതായ 100 പേരിൽ ഒരുവനോട് വരിക, പോവുക, അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരതനുസരിക്കും. എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് വരണമെന്നില്ല. ഈ ദൂരെ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുന്ന് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് തൽക്ഷണം ഭേദമാകും, രോഗം ഭേദമാകും. അവിടുത്തെ ഒരു വാക്കിനാൽ അവിടുന്ന് വന്നു ചെയ്യേണ്ട ഒരു കാര്യം ഈ പെരുവഴിയിൽ വെച്ച് തന്നെ നിർവഹിച്ചു തരുവാൻ തക്കവണ്ണം അങ്ങ് മതിയായവനാണെന്നുള്ള ബോധ്യം എനിക്ക് അങ്ങയിലുണ്ടെന്നാണ് ഇയാൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഈ വാക്ക് കേട്ടപ്പോൾ യേശു ഒരു വലിയ കാര്യം അവിടെ പറയുകയാണ്. ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ദൈവം അതിശയിക്കുന്നു. തൻ്റെ കൂടെ പിൻചെല്ലുന്നവരോട് യേശു പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു എന്നിട്ട് ശതാധിപനോട് പറഞ്ഞു, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഒരു റോമൻ സെഞ്ചുറിയനെ സംബന്ധിച്ചിടത്തോളം അയാൾ സൊസൈറ്റിയിലെ അടിമകൾ മുതൽ അതിൻ്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള ചക്രവർത്തിയെ വരെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സീസർ ഇസ് മൈ ലോർഡ് എന്ന് പറയുമ്പോഴാണ് ഒരാൾക്ക് ശതാധിപ സ്ഥാനത്തേക്കുള്ള ഔദ്യോഗികമായിരിക്കുന്ന സ്ഥാനക്കയറ്റത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും അടിമ മുതൽ ഏറ്റവും ഉന്നതനായ സീസറെ വരെ കണ്ടിട്ടുള്ള ഈ മനുഷ്യൻ യേശുവിനോട് പറയുകയാണ്, അവർക്കൊക്കെയും എൻ്റെ വീട്ടിൽ വരാൻ കഴിയും, അവരൊക്കെയും വരുമായിരിക്കും. പക്ഷേ അവിടുത്തെ തൃപ്പാദം എൻ്റെ ഭവനത്തിൽ ഒന്ന് പാദം വെക്കാൻ ഉള്ള യോഗ്യത എനിക്കില്ല. ചുരുക്കത്തിൽ അയാൾ അവിടെ വ്യക്തമാക്കപ്പെടുന്ന 3-4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. യേശു കൈസറേക്കാൾ വലിയവനാണ്. ദൂരെ നിന്നൊരു വാക്ക് പറഞ്ഞിട്ട് നിന്റെ ബാല്യക്കാരൻ സുഖമാകട്ടെ എന്ന് കൈസർ തൻ്റെ സിംഹാസനത്തിലിരുന്ന് പറഞ്ഞാൽ സീസറിന്റെ വാക്കിന് മുമ്പിൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാകത്തില്ല. പക്ഷേ യേശു ഒരു വാക്ക് പറഞ്ഞാൽ ബാല്യക്കാരൻ സുഖമാവും. അർത്ഥം, യേശു കൈസറിനേക്കാൾ വലിയവൻ. കൈസർ കർത്താവായിരിക്കും, യേശു കർത്താക്കന്മാരുടെ കർത്താവാണ്, കർത്താതി കർത്താവാണ്. ആ നാട്ടിൽ പല രാജാക്കന്മാരുണ്ട്. ഈ ശതാധിപന് ഹെരോദാവുമായി കണക്ഷനുണ്ട്, പീലാത്തോസുമായി ബന്ധമുണ്ട്. ഇവരൊക്കെയും ഒരേ അധികാരത്തിൻ്റെ പ്രവിശ്യക്കകത്ത് അധികാരം കൈയാളുന്നവരാണ്. ഹെരോദാവ് തന്റെ സിംഹാസനത്തിൽ ഇരുന്ന് നിന്റെ ബാല്യക്കാരന്റെ ദീനം മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറില്ല. പീലാത്തോസ് തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ ബാല്യക്കാരന്റെ ദീനം മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറില്ല. പെരുവഴിയിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞാൽ അത് മാറും. അർത്ഥം, ഗവർണർമാരെക്കാളും രാജാക്കന്മാരെക്കാളും കർത്താക്കന്മാരെക്കാളും യേശുവിന്റെ ഒറ്റ വാക്ക് ശക്തിയേറിയതാണെന്ന് അയാൾ സ്ഥാപിച്ചു. അതിന്റെ അർത്ഥം, കൈസറിന്റെ സിംഹാസനത്തെക്കാളും അയാളുടെ സൈന്യത്തെക്കാളും പീലാത്തോസിന്റെ സിംഹാസനത്തെക്കാളും ഹെരോദാവിന്റെ സിംഹാസനത്തെക്കാളും അവരുടെ സൈന്യമണ്ഡലങ്ങളെക്കാളും അധികാരവും ശക്തിയും യേശുവിന്റെ വാക്കിനുണ്ടെന്ന് ശതാധിപൻ വ്യക്തമാക്കുകയാണ്. ആ ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ അത് പറയുന്നത്. ഇനി
ആ നാട്ടിൽ ഉന്നതന്മാരായ പുരോഹിത വർഗങ്ങളുണ്ട്. യേശുവിന്റെ ഈ ജീവിത കാലഘട്ടത്തിൽ ഈ ശതാധിപൻ ഈ രോഗിയായ തന്റെ ബാല്യക്കാരന്റെ പ്രശ്നം നേരിടുന്ന സമയത്ത് രണ്ട് മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന വലിയ പുരോഹിതർ ആ നാട്ടിലുണ്ട്. അതിൽ ഒന്നാമത്തെ പുരോഹിത വർഗം യഹൂദ മതത്തിലെ പുരോഹിതന്മാരാണ്. രണ്ട് പ്രധാന പുരോഹിതർ അവിടെയുണ്ട്. ഒന്ന് ഹന്നാവും കയ്യഫാവിനെയും പോലെയുള്ളതായ വ്യക്തികളെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. അവരൊക്കെയും ഒരേ സമയത്ത് രണ്ട് മഹാപുരോഹിതന്മാരായി ഇസ്രായേൽ ജനത്തിന് നടുവിൽ അറിയപ്പെട്ടിരുന്നവരാണ്. ഒരേ സമയം എന്തിനാണ് രണ്ട് പുരോഹിതന്മാർ? അതൊരു നടപടിയാണ്. ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരാൾ ആത്മീക കാര്യങ്ങൾ, ദേവാലയത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ, മറ്റേയാൾ ജനത്തിന്റെ സാമൂഹികപരമായ കാര്യങ്ങൾ നോക്കാൻ. ഇടക്കാലത്ത് വന്നൊരു പ്രധാന നിയമമാണ്. മോശയുടെ കാലഘട്ടത്തിൽ ദൈവം പൗരോഹിത്യം അഹരോന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ പ്രധാന പുരോഹിതൻ ഒരാൾ മാത്രമായിരുന്നു. എന്നാൽ ഈ ഒരു യേശുവിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും രണ്ട് പ്രധാന പുരോഹിതന്മാർ തന്നെ യഹൂദ മതത്തിൽ വന്നു. അതിലൊരാൾ സൊസൈറ്റിയുടെ കാര്യം നോക്കാനും മറ്റേയാൾ ചർച്ചിന്റെ കാര്യം നോക്കാനും. യഹൂദ മതത്തിലെ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ അവിടെയുണ്ട്. അപ്പോൾ തന്നെ റോമൻ ക്ഷേത്രങ്ങൾ ആ നാട്ടിലുണ്ട്. യെരുശലേം ദേവാലയത്തിന്റെ തൊട്ടപ്പുറത്തായി അസ്ക്ലേപ്പിയസ് ദേവിയുടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. അവിടെയുണ്ട് പുരോഹിതൻ. റോമൻ മതത്തിന്റെ ആരാധനാ സമ്പ്രദായങ്ങളെയും ദേവീദേവ സമ്പ്രദായങ്ങളെയും പൂജകളെയും സമൂഹത്തിന്റെ എല്ലാ വഴികളിലും നടപ്പിലാക്കുവാൻ തക്കവണ്ണം റോമൻ മതാനുസാരികളായിരിക്കുന്ന പട്ടാളക്കാർക്ക് ചെന്ന് പ്രാർത്ഥിക്കുവാൻ, വഴിപാടുകൾ അർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള നിരവധിയായിരിക്കുന്ന ക്ഷേത്രങ്ങൾ, ബലിപീഠങ്ങൾ അവിടെയുണ്ട്. അവിടെയൊക്കെയും പുരോഹിതന്മാരുണ്ട്. റോമ മതത്തിലെ വലിയ പുരോഹിതന്മാരുണ്ട്. അതിൽ അസ്ക്ലേപ്പിയസിനെ പോലെയുള്ളതായ ആരാധനാ മൂർത്തികളെ മുൻനിർത്തിക്കൊണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്ന റോമൻ മതത്തിലെ ചില പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവരും രോഗശാന്തി ശുശ്രൂഷക്കാരാണ്. അതുകൊണ്ടാണ് പണ്ടൊരാൾ ബഥേസ്ദ കുളക്കരയിൽ പോയി ദൂതൻ വെള്ളം ഇളക്കുന്നത് കാത്തു കിടന്നത്. വേറൊരു വിഷയമാണ്, പിന്നൊരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വിവിധ തരം രോഗശാന്തികളുണ്ട്, സിദ്ധവൈദ്യ പാരമ്പര്യങ്ങളുണ്ട്. കാരണം പല രോഗങ്ങളുടെ പുറകിലും ബാധയുള്ളത് കൊണ്ട് ബാധ മാറ്റിക്കൊണ്ട് രോഗശാന്തി നൽകുവാൻ ആ കാലഘട്ടത്തിൽ സമൂഹത്തിന് നടുവിൽ അത്തരത്തിലുള്ളതായ ബാധ നിവാരണം നടത്തുന്ന സിദ്ധന്മാരായ വൈദ്യന്മാരുണ്ട്. ഇവരെ കൊണ്ടൊന്നും ഒരു വാക്ക് പറഞ്ഞ് ഈ രോഗം മാറ്റാൻ പറ്റത്തില്ലെന്ന് ശതാധിപൻ അറിയാം. അർത്ഥം, ആ നാട്ടിൽ ജീവിച്ചിരുന്ന പുരോഹിതന്മാരെക്കാൾ യേശുവിന്റെ പൗരോഹിത്യ അധികാരം വലിയത്. ആ നാട്ടിലുണ്ടായിരുന്ന സിദ്ധന്മാരെക്കാൾ യേശുവിന്റെ ശക്തിയും കൃപയും വലിയത്. ചുരുക്കത്തിൽ പെരുവഴിയിൽ നിന്നുകൊണ്ട് ശതാധിപൻ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, അവിടുത്തേക്കൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭവനത്തിന്റെ വിഷയത്തിന് വിടുതലാണ്. യേശു അവിടെ നിന്നോട് പറയുകയാണ്, ഇസ്രയേലിൽ കൂടെ ഇത്രയും വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. കപർന്നഹൂമിന്റെ മണ്ണിൽ ദൈവത്തിന്റെ പുത്രനെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിശ്വാസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുന്നു. അയാൾ ഒരു യഹൂദനല്ല, അയാൾ ഒരു യഹൂദ മതാനുസാരിയുമല്ല, അയാൾ ദൈവകൽപ്പനകളുമായോ ദൈവവുമായോ വലിയ ബന്ധമുള്ള ആളൊന്നുമല്ല. പക്ഷേ ദൈവത്തെ സ്വാധീനിക്കുന്ന വിശ്വാസത്തിന്റെ വാക്ക് അയാളുടെ വായിൽ നിന്നും വന്നു. ആ കാലഘട്ടത്തിലെ ദേവാലയ സദസ്സുകളിൽ വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന പുരോഹിത ശ്രേഷ്ഠരുടെ അധരങ്ങളിൽ നിന്നും വരാത്ത വാക്ക് പെരുവഴിയിൽ നിന്ന് ആയുധം വഹിക്കുന്ന ഒരു സൈന്യാധിപന്റെ അധരത്തിൽ നിന്നും ഉതിർന്നു വീണപ്പോൾ ആ പദത്തെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ്, ഇത് വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ്, ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇനി എൻ്റെ വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് വലിയൊരു വിശ്വാസം ഉടലെടുക്കുന്നത്? നീ ദൈവത്തെ വലുതായി കാണുമ്പോൾ നിന്റെ പ്രശ്നം ചെറുതാകാൻ തുടങ്ങും. യേശുവിനെ നീ എപ്പോൾ വലുതായി കാണുന്നോ, നീ കണ്ടിട്ടുള്ള ഏത് ഉന്നതനേക്കാളും യേശു ഉന്നതനാണെന്ന് നീ എപ്പോൾ തിരിച്ചറിയുന്നോ, അപ്പോൾ മുതൽ യേശുവിൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. റോമൻ കൈസറെ കണ്ടിട്ടുണ്ട്, റോമൻ ഗവർണറെ കണ്ടിട്ടുണ്ട്, റോമൻ പ്രവിശ്യയിലെ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഈ സാമന്ത രാജാക്കന്മാർക്കൊന്നും ഇല്ലാത്തൊരു ശക്തി യേശുവിനുണ്ടെന്ന് ശതാധിപൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ബോധ്യം അയാൾ യേശുവിനോട് പറയുന്നത് മുതൽ, യേശു അവരെക്കാളെല്ലാം വലിയവനാണെന്ന് അയാൾ വ്യക്തമാക്കുന്നത് മുതൽ അയാളുടെ വിടുതൽ ആരംഭിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയവനേക്കാൾ യേശു ഉന്നതനാണെന്ന് നിങ്ങൾ വാഗൊണ്ട് പറയുമ്പോൾ നിന്റെ വിടുതൽ ആരംഭിക്കും. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സുഖം വന്നു. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തല പുണ്ണാക്കേണ്ടതായിട്ട് വരത്തില്ല.
കാലങ്ങളിരുന്നൊരു കാര്യം പ്രാർത്ഥിച്ച് തഴമ്പ് പിടിക്കേണ്ടതായിട്ടും വരില്ല. തൽക്ഷണം വിഷയങ്ങൾക്ക് വിടുതലെടുക്കാനുള്ള ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞ് വാക്കുകളെ പറയുക എന്നുള്ളതാണ്. ജീസസ് 40 ദിവസം ഒരു താഴ്വരയിൽ ശൗലിനും ഒരു സൈന്യത്തിനും ചെയ്യാൻ കഴിയാഞ്ഞ കാര്യം ദാവീദ് എന്ന് 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കിയതിൻ്റെ പുറകിലുള്ള കാരണം എന്നാണെന്നറിയാമോ? ദാവീദ് തൻ്റെ ദൈവത്തിൻ്റെ വലിപ്പം കണ്ടിട്ടാണ് ആ യുദ്ധകളത്തിലേക്ക് പോയത്. ദൈവത്തിൻ്റെ വലിപ്പം കാണാത്തവൻ പ്രശ്നങ്ങളുടെ വലിപ്പം കാണും. ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയാത്തവൻ പ്രശ്നങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് പറയും. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാത്തവൻ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, ഈ പുലരിയിൽ നിന്റെ വാ നീ തുറക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിഷയങ്ങളെ പർവ്വതീകരിക്കാനാണോ? അതോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വാ തുറന്നൊന്ന് പറയാനാണോ? യേശു വലിയവനാണെന്ന് നീ പറയുമ്പോൾ നിന്റെ വിഷയം ചെറുതാകും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, യേശു വലിയവനെന്ന് നീ പറയുമ്പോൾ നിന്റെ വിഷയം ചെറുതാകും. ലിസൺ മീ. എപ്പോഴാണ് ഇത്രയും വലിയ വിശ്വാസം ഉണ്ടാകുന്നത്? ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു പറഞ്ഞു. യേശു കണ്ടിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടിട്ടുണ്ട്, യേശു ഏലിയാവിൻ്റെ വിശ്വാസം കണ്ടിട്ടുണ്ട്, യേശു മോശയുടെ വിശ്വാസം കണ്ടിട്ടുണ്ട്, യേശുവിനെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും വിശ്വാസം എന്താണെന്നറിയാം. പക്ഷേ ഇത്രയും വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് എൻ്റെ കർത്താവ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്താരും കാണാത്തതുപോലെ വിശ്വാസത്തിൻ്റെ വലിയ തലത്തിൽ നാം ദൈവത്തെ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? അതിനൊറ്റ വഴിയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ദൈവത്തെ വലുതായി കാണുമ്പോൾ മുതൽ, കാണാൻ തുടങ്ങുമ്പോൾ നിന്റെ വിശ്വാസവും വലുതാകാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസത്തിന് 5 കിലോ തൂക്കമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുള്ളത് ആ 5 കിലോയുടെ വലിപ്പത്തിലാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് 10 കിലോയുടെ തൂക്കമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുള്ളത് 10 കിലോയുടെ തൂക്കത്തിലാണ്. നിങ്ങൾ ദൈവത്തെ ഒരു ആനയുടെ വലിപ്പത്തിലാണ് കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ആനയുടെ വലിപ്പമേ ഉണ്ടാകുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് ദൈവം ഇത്രമേ ഉള്ളൂ എന്ന് പറയാനല്ല. പലരുടെയും മനസ്സിൽ ദൈവത്തെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അബദ്ധ ധാരണയുണ്ട്. യേശുവിനെ കൊണ്ട് ഇതൊക്കെ നടക്കത്തുള്ളൂ, യേശുവിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന, കരുതുന്ന ഒരു നിലപാടുള്ള മനുഷ്യരുടെ മുൻപിൽ എൻ്റെ ദൈവത്തെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അനന്ത വലിപ്പത്തെ ഒന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നീ ഒന്ന് മനസ്സ് തുറക്കുമ്പോൾ പരിധികളില്ലാത്ത അസാധാരണമായൊരു വിശ്വാസം നിങ്ങളുടെ അകത്ത് ഫോം ചെയ്യപ്പെടുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശുവിനെ പെരുവഴിയിൽ നിർത്തിക്കൊണ്ട് നിന്റെ വിഷയത്തിൻ്റെ വിടുതൽ നിനക്ക് തൽക്ഷണം എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം നാളേക്ക് മാറ്റിവെക്കാതെ തൽക്ഷണം നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഇപ്പോൾ തന്നെ ഭവിക്കട്ടെ എന്ന് പറയത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിലയിൽ കർത്താവിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരാൻ അത്തരം വിശ്വാസത്തിൻ്റെ തൽക്ഷണ നിലപാടുകൾക്ക് സാധിക്കും. അപ്പോൾ വലിയ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? ഒറ്റ രഹസ്യമേ ഉള്ളൂ. ദൈവത്തെ വലുതായി കാണുമ്പോൾ മുതലാണ് ആ വലിയ വിശ്വാസം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ സാമ്പത്തിക ആവശ്യങ്ങളും ഇന്നത്തെ ശാരീരിക സൗഖ്യവും ഇന്ന് നടക്കേണ്ട വിടുതലും ഇന്ന് നടക്കേണ്ടതായ വലിയ അത്ഭുതം, അതിൻ്റെ മുൻപിൽ നമുക്കിനി കൂടുതലൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. വാ തുറന്ന് എൻ്റെ ദൈവം മതിയായവനാണ്, യേശുവിനെ കൊണ്ട് ഇത് സാധിക്കും എന്ന നിലയിൽ നിന്റെ വാ കൊണ്ട് നിന്റെ പ്രശ്നത്തെ നോക്കി നിന്റെ ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾ പറയണം. അത് പറയുമ്പോൾ അത്ഭുതം നടക്കും, അത്ഭുതം നടക്കും. ഇത്രയും നാൾ സാത്താനെ പർവ്വതീകരിച്ചവരെല്ലാം യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാവുക. യേശുവിൻ്റെ മഹത്വവും വലിപ്പവും വാ തുറന്ന് പറയാൻ തയ്യാറാവുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ മഹാശക്തിയും അനന്തമായ കഴിവുകളും അവിടുത്തെ വലിയ കൃപയും അവിടുത്തെ പരമാധികാരവും മുൻനിർത്തി അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സർവോന്നതമായ വൻ നാമത്തിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ നിമിഷം പരിഹരിക്കപ്പെടട്ടെ. എൻ്റെ മേൽ അവിടുന്ന് പകർന്ന രാജകീയവും ശക്തമേറിയതുമായ വലിയ അഭിഷേകത്തിൽ ഇവരുടെ 100 പ്രശ്നങ്ങൾക്ക് തൽക്ഷണം സൊല്യൂഷൻ കൊടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ മേൽ ദൈവശക്തിയാൽ ഞാൻ വിടുതൽ കൽപ്പിക്കുന്നു. ഇവരെ എതിർക്കുന്ന പ്രശ്നങ്ങളുടെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ചുരുട്ടുന്നു. ഇവർക്ക് ജയം കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ
ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. അത്ഭുതം ദൈവം ചെയ്തു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൂടുതലൊന്നും പറയാനില്ല. ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുകയാണ്. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശുദ്ധ ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നടക്കുന്നു. വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.